ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകത്തിലുള്ള വായന 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കിവെക്കും. അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കുകയും ചെയ്യും. സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസം വഴി അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. പിതാവായ ദൈവമേ, ദൈവഭയം എന്ന കൃപയിൽ വളരുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി വയ്ക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം മാത്രം നിറവേറ്റുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. തിരുവചനം ധിക്കരിക്കാതെ പ്രമാണങ്ങളെ എപ്പോഴും പാലിക്കുവാനുള്ള ശക്തിയും മനസാന്നിധ്യവും ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, അമ്മ ഞങ്ങളോടൊപ്പമായിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവിശ്വാസത്തിൽ വളരുവാനായിട്ട് വഴിയൊരുക്കുകയും ചെയ്യണമേ. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവവിശ്വാസത്തിലും സാൻമാർഗികതയിലും വളരുവാനായിട്ട് ഏറ്റവും ആവശ്യമുള്ള ഒരു കൃപയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വിചിന്തനം ചെയ്യുവാൻ പോകുന്നത്. ദൈവഭയം എന്നാണ് ആ കൃപയുടെ പേര്. എന്താണ് ദൈവഭയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പലപ്പോഴും കൊച്ചുകുട്ടികൾ വന്ന് ചോദിക്കാറുണ്ട്, അച്ഛാ ദൈവഭയം എന്താ? ദൈവത്തെ ഭയപ്പെടുന്നതാണോ? ദൈവം ക്രൂരനാണോ? എന്നിങ്ങനെ കൊച്ചുകുട്ടികൾ രസകരമായ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതല്ല ദൈവഭയമെന്ന് നമുക്ക് എന്താണെങ്കിലും വ്യക്തമായിട്ടറിയാം. പിന്നെ എന്താണ് ദൈവഭയം? ദൈവത്തെ ആദരിക്കുന്നതാണോ ദൈവഭയം? ദൈവത്തിൽ ആശ്രയിക്കുന്നതാണോ ദൈവഭയം? എന്താണ് ദൈവഭയം എന്ന കൃപ? അതിനെക്കുറിച്ച് നമുക്ക് പ്രഭാഷകൻ 2-ാം അധ്യായം 15, 16, 17 വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പഠിക്കുവാൻ ശ്രമിക്കാം. വചനം പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അതാണ് ഒന്നാമത്തെ അടയാളം. ദൈവഭയത്തിൻ്റെ അടയാളം ഇതാണ്. ദൈവഭയമുള്ളൊരു വ്യക്തി ദൈവവചനം ധിക്കരിക്കുകയില്ല. രണ്ടാമതായിട്ട് പ്രഭാഷകൻ 2:16 നമ്മൾ വായിക്കുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവഭയമുള്ള വ്യക്തി എപ്പോഴും ദൈവത്തിൻ്റെ ഹിതമായിരിക്കും തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. മൂന്നാമതായിട്ട് പ്രഭാഷകൻ 2:17 കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയമൊരുക്കി വയ്ക്കുമെന്നാണ് പറയുന്നത്. നോക്കുക, ദൈവഭയമുള്ള വ്യക്തികളുടെ ഹൃദയം എപ്പോഴും ദൈവത്തിന് വേണ്ടി തുടിക്കും. അവരുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി എപ്പോഴും സുസജ്ജമായിരിക്കുകയും ചെയ്യും. അപ്പോൾ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്, അല്ലേ? 1, വചനം ധിക്കരിക്കാതിരിക്കുക. 2, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക. 3, ഹൃദയമൊരുക്കി വയ്ക്കുക. ഇത് 3ഉം ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് ഒരുപക്ഷെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചിത്രമാണ്, അല്ലേ? അവളാണ് ദൈവത്തിന് വേണ്ടി ഹൃദയമൊരുക്കി വെച്ചത്. അവളാണ് ദൈവത്തിൻ്റെ വചനം അന്വേഷിച്ചത്. പരിശുദ്ധ അമ്മയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ പ്രഭാഷകൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ദൈവഭയം എന്താണ് എന്നതിനെക്കുറിച്ച് ഒന്ന് ഗാഠമായി വിചിന്തനം ചെയ്യുവാനായിട്ട് പോകുന്നു. നമുക്ക് ആദ്യമായി പ്രഭാഷകൻ 2:17 തന്നെ വിചിന്തന വിഷയമാക്കാം.
ദൈവഭയമുള്ള വ്യക്തി ഹൃദയം ഒരുക്കി വയ്ക്കും. എന്താണ് ഹൃദയം എന്നതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഹൃദയം ഒരുക്കി വയ്ക്കേണ്ടത്? പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അവളുടെ ഹൃദയം എപ്പോഴും ദൈവത്തിന് വേണ്ടി തുടിച്ചിരുന്നു. ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് അവളുടെ ഹൃദയം എപ്പോഴും റെഡിയായിരുന്നു, സജ്ജമായിരുന്നു. അതിനുള്ള ഉത്തമ തെളിവാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30-ാം തിരുവചനം. മാലാഖ മറിയത്തോട് പറയുന്നു, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നോക്കുക, അവളുടെ ഹൃദയം സജ്ജമായിരുന്നു. അവളുടെ ഹൃദയം എപ്പോഴും ദൈവത്തിന് വേണ്ടി തുടിച്ചിരുന്നു എന്നതിൻ്റെ വലിയ അടയാളമാണ് ദൈവകൃപ അവൾക്ക് സൗജന്യമായിട്ട് നൽകപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെക്കുറിച്ച് നമുക്കറിയാം. അത് നിർമ്മലമായൊരു ഹൃദയമായിരുന്നു. യേശുവിൻ്റെ തിരുഹൃദയം അതും പവിത്രമായിരുന്നു. എന്താണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഹൃദയം എന്ന വാക്കിൻ്റെ പ്രസക്തി? അത് മനസ്സിലായെങ്കിൽ മാത്രമേ ദൈവഭയം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം മാത്രമല്ല. ഇനി ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ഹൃദയം എന്നതുകൊണ്ട് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നതെന്ന്. അല്ല, ഹൃദയം എന്നാൽ നമ്മുടെ പരിപൂർണമായ വ്യക്തിത്വം, അതാണ് ഹൃദയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് യേശുവിൻ്റെ തിരുഹൃദയം എന്ന് പറയുന്നത് യേശുവിൻ്റെ ചിന്തകളോ യേശുവിൻ്റെ മനസ്സോ അതൊന്നും മാത്രമല്ല. യേശു ആരായിരുന്നോ, യേശു എന്തായിരുന്നോ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നവനെ ചിത്രീകരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെങ്കിൽ ഒരു സിമ്പലാണ് ഹൃദയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹൃദയം എന്നത് ഒരു വ്യക്തിയെ പൂർണ്ണമായും സമഗ്രമായും ആ വ്യക്തിയെ അവിഭജിതമായും ചിത്രീകരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ദൈവഭയമുള്ള വ്യക്തിയുടെ ഹൃദയം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം അവിഭജിതമായിരിക്കും. ആ വ്യക്തിയുടെ ഹൃദയം അവിഭക്തമായിട്ട് അത് ഛിന്നഭിന്നമാകാതെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കുക. അമ്മയുടെ ഹൃദയം ഛിന്നഭിന്നമായിട്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പീസ് ആയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. അമ്മയുടെ ഹൃദയം, അമ്മയുടെ ജീവിതം, അമ്മയുടെ ജീവിതത്തിലെ എല്ലാ കഴിവുകളും എല്ലാ കൃപകളും, അമ്മ എന്തായിരുന്നോ, അമ്മ ആരായിരുന്നോ, എല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ എല്ലാ കഴിവുകളും എല്ലാ കൃപകളും, എൻ്റെ ആരോഗ്യവും എൻ്റെ സമ്പത്തും എൻ്റെ നന്മകളും ഇനി എൻ്റെ കുറവുകൾ പോലും ദൈവത്തിന് കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നതിനെയാണ് ഹൃദയം ഒരുക്കി വയ്ക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൃദയം സമർപ്പിക്കുക എന്ന് പറയുന്നത്. വിശാൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധ അമ്മയുടെ ഹൃദയം നമുക്കറിയാം, പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുത്തു. നമ്മുടെയൊക്കെ ഹൃദയം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഛിന്ന ഭിന്നമായി മാറി കഴിഞ്ഞിരിക്കുന്നു. അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അത് അവിഭക്തമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയുവാനായിട്ട് സാധിക്കില്ല. അതൊന്ന് വ്യക്തമാക്കി തരുവാനായിട്ട് അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ ഞാനൊന്ന് വിചിന്തന വിഷയമായിട്ടെടുക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് പൗലോസ്ലീഹ ഏഥൻസിലെ അരയോപാഗസിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാണുകയാണ്, നിരവധി ബലിപീഠങ്ങൾ അവിടെ സ്ഥാപിച്ചു വച്ചിരിക്കുന്നു. ഓരോ ബലിപീഠത്തിലും ഓരോ ദേവന് അവർ പൂജയർപ്പിക്കുന്നു, ബലിയർപ്പിക്കുന്നു. ഒപ്പം അന്യദേവന് അല്ലെങ്കിൽ അജ്ഞാത ദേവന് എന്ന് എഴുതപ്പെട്ട ഒരു ബലിപീഠവും അവിടെയുണ്ട്. അജ്ഞാത ദേവനും ഒരു ബലിപീഠം ഇരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, അജ്ഞാത ദേവനെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ നിരവധി ബലിപീഠങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരൊറ്റ ബലിപീഠം മാത്രമേ പാടുള്ളൂ. ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുവാനായിട്ട് മാത്രമായിരിക്കണം നമ്മുടെ ഹൃദയം നമ്മൾ ഒരുക്കി വയ്ക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഹൃദയം ഈ അരയോപാഗസിലെ കണ്ടീഷൻ പോലെയാണ്. അവിടെ എന്താണ് സംഭവം? പല ബലിപീഠങ്ങളാണ് അവിടെ, നിരവധി ബലിപീഠങ്ങൾ. ഓരോ ബലിപീഠത്തിലും നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മുടെ സൗകര്യമനുസരിച്ച് ഓരോ വ്യക്തികളെയും ഓരോ വസ്തുക്കളെയും നമ്മൾ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ തെറ്റായ കൂട്ടുകെട്ടുകളായിരിക്കാം, ദുസ്വഭാവങ്ങളായിരിക്കാം,
സമ്പത്തിനോടും ആഡംബരത്തോടുമുള്ള നമ്മുടെ ആകർഷണമായിരിക്കാം ഓരോ ബലിപീഠത്തിലും നമ്മൾ സൗകര്യപൂർവ്വം പ്രതിഷ്ഠിച്ച് വയ്ക്കുന്നത്. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പൊന്നുതമ്പുരാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ഒരൊറ്റ ബലിപീഠം മാത്രമേ പാടുള്ളൂ. അവിടെ നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യേശുവിന് പകരം നിരവധി ദൈവങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക വഴി നമ്മുടെ ഹൃദയം അതിൻ്റെ സമഗ്ര സ്വഭാവത്തിൽ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മറിയത്തിൻ്റെ ഹൃദയം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ ഒരൊറ്റ ബലിപീഠമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബലിപീഠത്തിൽ സ്വപുത്രനായ ക്രിസ്തുവിനെയാണ്, യേശുവിനെയാണ് അവൾ പ്രതിഷ്ഠിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയത്തിലാകട്ടെ 100,000 ബലിപീഠങ്ങളുമുണ്ട്. നമ്മുടെ ഹൃദയം ഛിന്ന ഭിന്നമായിരിക്കുന്നു. അപ്പോൾ ഏകസത്യദൈവമായ ക്രിസ്തുവിന് പകരം പല ബലിപീഠങ്ങളിൽ പല ദൈവങ്ങളെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരുക്കമില്ലാതെ പോവുകയും തൽഫലമായിട്ട് ദൈവഭയമില്ലാതെ പോവുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ യുവജനങ്ങളായിക്കൊള്ളട്ടെ, മധ്യവയസ്കരായിട്ടുള്ള വ്യക്തികളായിക്കൊള്ളട്ടെ, നമുക്കൊക്കെ നമ്മുടെ ദൈവവിശ്വാസ മേഖലയിൽ ദൈവഭയമില്ലാതെ പോകുന്നതിന് കാരണം ക്രിസ്തുവിന് പകരം മറ്റു പലരോടും പ്രണയവും സ്നേഹവും ആകർഷണവുമാണ്. ചിലപ്പോൾ ഗാഡ്ജറ്റ്സിനോടായിരിക്കാം, ചിലപ്പോൾ പണത്തോടായിരിക്കാം, ചിലപ്പോൾ വാഹനങ്ങളോടായിരിക്കാം, ചിലപ്പോൾ ക്രിസ്തുവിന് പകരം നീ പ്രതിഷ്ഠിക്കുന്ന ചില വ്യക്തികളോടായിരിക്കാം. നിന്റെ ഹൃദയത്തിൽ ദൈവമില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നിൽ നിന്നും ദൈവഭയമെന്ന വലിയ കൃപ അന്യം നിന്ന് പോകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ മാതൃകയാക്കാം. ഹൃദയം അതിൻ്റെ സമഗ്ര സ്വഭാവത്തിൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുത്തു നോക്കാം. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മിൽ ദൈവഭയമുണ്ടാകുന്നത്. ഹൃദയം ഒരുക്കി വച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവഭയമുണ്ടാകില്ല. ദൈവവിശ്വാസത്തിൽ വളരുവാൻ നമ്മെക്കൊണ്ട് സാധിക്കാതെ വരികയും ചെയ്യും. ഇനി രണ്ടാമതായിട്ട് പ്രഭാഷകൻ 2:16 ദൈവഭയത്തിൻ്റെ രണ്ടാമത്തെ ഒരു മേഖല വചനം പറയുന്നത് നമ്മൾ വായിച്ചതാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവഭയമുള്ളവർ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതമാരായും തന്നിഷ്ടക്കാരായിട്ടല്ല ദൈവഭയമുള്ളവർ ജീവിക്കുന്നത്. എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ നിറവേറുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഈശോ സ്വന്തം അമ്മയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവളാണ് എൻ്റെ അമ്മ എന്ന്. നോക്കിക്കേ, സ്വന്തം അമ്മയെക്കുറിച്ച് ഒരു മകൻ നൽകുന്ന സാക്ഷ്യമാണ്. എൻ്റെ അമ്മ ഒരു തന്നിഷ്ടക്കാരിയല്ല കേട്ടോ. എൻ്റെ അമ്മ എങ്ങനെയാണ്? എൻ്റെ അമ്മ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവളാണ്, ഇഷ്ടം നിറവേറ്റുന്നവളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഒരു ദൈവഭയമുള്ള സ്ത്രീയാണ്. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ മാലാഖയോടായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, അല്ലെങ്കിൽ നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. എപ്പോഴും എല്ലായ്പ്പോഴും ദൈവഹിതം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആ അമ്മ ദൈവഭയമുള്ളൊരു സ്ത്രീയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നോ, മറിയത്തെ പോലെ ദൈവഹിതം അറിയുവാനായിട്ട് മാലാഖയും വരുന്നത് നോക്കിയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിൽ. എന്നാളൊരു അമ്മച്ചി പറയുമായിരുന്നു, അച്ഛാ, പരിശുദ്ധ അമ്മയ്ക്ക് ദൈവഹിതം നിറവേറ്റുവാനായിട്ടും അതെന്താണ് എന്ന് കണ്ടെത്തുവാനായിട്ട് വളരെ എളുപ്പമല്ലായിരുന്നു. കാരണം മാലാഖ നേരിട്ട് വന്ന് മറിയത്തോട് സംസാരിച്ചു. പക്ഷേ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മാലാഖ നേരിട്ട് വന്ന് ഒരു ഇൻഫർമേഷൻ, ഒരു അറിവ് മാത്രമാണ് കൊടുത്തത് എന്താണ് ദൈവഹിതമെന്ന്. എന്നാൽ മറിയം ദൈവഹിതം കണ്ടെത്തിയത്, ദൈവഹിതം എന്താണ് എന്ന് അന്വേഷിച്ചറിഞ്ഞത് സ്വന്തം കുടുംബത്തിലുള്ള വ്യക്തികളോടൊപ്പം തന്നെയായിരുന്നു. യൗസേപ്പിനോടൊപ്പമുള്ള ജീവിതത്തിലൂടെയായിരുന്നു. അതിലുപരി ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, സ്വപുത്രനോട് ചേർന്ന് അവനെ അനുധാവനം ചെയ്തുകൊണ്ടാണ് മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവൾ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭവനത്തിൽ ദൈവമയക്കുന്ന ചില മാലാഖമാരുണ്ട്. നമ്മുടെ അപ്പനമ്മമാർ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ
വല്യപ്പച്ചന്മാർ, വല്യമ്മമാർ, ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഇടവകയിൽ നമ്മുടെ വികാരിയച്ഛന്, സന്യസ്തർ, നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിന് സംരക്ഷകരായിട്ട് കുറേയേറെ മാലാഖമാരെ ദൈവം അയച്ചിട്ടുണ്ട്. അതെ, അവരിലൂടെ തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയേണ്ടത്. പക്ഷേ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് കാതങ്ങൾ താണ്ടിയുള്ളൊരു യാത്രയുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. വീട്ടിലുള്ളവരൊന്നും പറഞ്ഞാൽ കേൾക്കുമൊന്നുമില്ല. അവരുടെ ഇഷ്ടമൊക്കെ തെറ്റ്. കാരണം അവർക്ക് കുറവുകളുണ്ട്, പരിമിതികളുണ്ട്. എൻ്റെ ഭർത്താവ് ശരിയല്ല, മക്കൾ ശരിയല്ല, അവരുടെ കുറവുകൾ എനിക്കറിയാം, അവരോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും ദൂരെ ദേശത്ത് പോയിട്ട് ധ്യാനം കൂടണം, ദൂരെ ദേശത്ത് പോയിട്ട് കൗൺസിലിങ്ങിന് പോകണം. ഇനി ചിലർക്ക് സ്വന്തം ഇടവകയിലുള്ള വികാരിയച്ഛനോട് വലിയ താല്പര്യമോ മതിപ്പോ ഒന്നുമില്ല. അച്ഛൻ സാധാരണ ഒരച്ഛൻ. നമ്മൾ പോകും ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട്, കണ്ടെത്തുവാനായിട്ട് ദൂരെ 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 ദിക്കുകളിൽ മറ്റു വൈദികരുടെ പുറകെ, മറ്റ് സന്യസ്തരുടെ പുറകെയൊക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലായിരുന്നു കൊണ്ട്, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ഇടവക ദേവാലയത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ, ഇഷ്ടം തിരിച്ചറിയുവാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്ത്യൻ ഫോർമേഷൻ, ഒരു ക്രിസ്തുവിന് അനുരൂപനായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ ദൈവഭയം എന്നാൽ നിനക്ക് ചുറ്റുമുള്ള മാലാഖമാരിലൂടെ കണ്ടോ, മാലാഖയെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, മാലാഖമാരെ തേടി പോകേണ്ട ആവശ്യമില്ല. നിൻ്റെ ഭവനത്തിലെ നിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിലൂടെ, നിൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയിലൂടെ, മക്കളിലൂടെ, ഇടവക ദേവാലയത്തിൽ നിൻ്റെ സ്വന്തം വികാരിയച്ഛനിലൂടെ, സന്യസ്തരിലൂടെയൊക്കെ ക്രിസ്തുവിൻ്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് നിനക്ക് കഴിയണം. അപ്പോഴാണ് മറ്റൊരു മറിയമായിട്ട് പരിണമിക്കുവാൻ നിന്നെക്കൊണ്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ആ രീതിയിൽ നമുക്ക് ദൈവഹിതം തിരിച്ചറിഞ്ഞുവെങ്കിൽ മാത്രമേ ദൈവഭയമുള്ള മക്കളായിട്ട് വളരുകയുള്ളൂ. എങ്ങനെയാണ് നമ്മിലെ ദൈവഭയം നഷ്ടമാകുന്നത്? നമ്മുടെ ഭവനത്തിലുള്ളവരോട് നമുക്ക് മതിപ്പില്ല, അവരോട് നമുക്ക് ബഹുമാനമില്ല, അവരെ നമ്മൾ നിരന്തരം തള്ളിപ്പറയും, മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കും അവർക്കെതിരെ, അവരെ നമ്മൾ അവഗണിക്കും. അങ്ങനെ അവഗണിച്ചും തെറ്റായ വാക്കുകൾ ഉപയോഗിച്ചും അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ദൈവഭയം നമുക്കില്ലാതായിട്ട് മാറും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളിലൂടെയാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇനി മൂന്നാമതായിട്ട് പ്രഭാഷകൻ 2:15 വചനം പറയുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. നോക്കിക്കേ, ദൈവഭയമുള്ളവരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ദൈവഭയമുള്ളവർക്ക് എപ്പോഴും ദൈവവചനത്തോട് വലിയ താല്പര്യമായിരിക്കും. ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചിട്ടകളുമൊക്കെ അനുസരിച്ചായിരിക്കും അവരെപ്പോഴും ജീവിക്കുന്നത്. ഇവിടെ ദൈവവചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പ്രമാണങ്ങളനുസരിച്ച്, വളരെ പ്രത്യേകമായിട്ട് 10 കൽപ്പനകളനുസരിച്ച് ജീവിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമുക്ക് ദൈവകൽപ്പനകൾ അത് നമ്മളെ പരിപൂർണതയിലേക്ക് നയിക്കേണ്ടതിന് പകരം അത് നമ്മളെ പരിമിതപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിലപ്പോൾ സംശയം തോന്നാറുണ്ടല്ലേ? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ദൈവകൽപ്പനകളും മറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസുമൊക്കെ അത് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറ്. നമ്മളെ പരിമിതപ്പെടുത്തുന്ന ചില മേഖലകൾ അല്ല. ദൈവകൽപ്പനകൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില നിബന്ധനകളും ചില നിയമങ്ങളും നമ്മെ പരിമിതപ്പെടുത്തുന്നതിന് പകരം നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ദേശത്ത് നമുക്കൊരു പ്രശ്നമുണ്ട്. കുഞ്ഞുനാൾ മുതൽ ഈ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കും. നമ്മളെ വഴക്ക് പറഞ്ഞിട്ടാണ്, വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത്. പക്ഷേ അത് നമ്മളെ പരിമിതപ്പെടുത്തുകയാണ് എന്നൊരു ബോധ്യമാണ് പലപ്പോഴും കുഞ്ഞുമക്കൾക്കുണ്ടാകുന്നത്. എന്നാൽ ദൈവപ്രമാണങ്ങളാകട്ടെ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളുമാകട്ടെ, അത് നമ്മളെ പൂർണ്ണതയിലേക്കാണ് നയിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് മനസ്സിലാക്കണം. മാത്രമല്ല, അത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കുമാണ് നമ്മളെ നയിക്കുന്നത്. ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ എടുത്ത് റോഡിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഹെൽമെറ്റ് എടുത്തിട്ടില്ല, പോക്കറ്റിൽ ലൈസൻസ് ഇല്ല, അതാ വഴിയരികിൽ ട്രാഫിക് പോലീസ് നിൽക്കുന്നു. അത്തരത്തിലൊരു സിറ്റുവേഷനിൽ നമ്മുടെ മനസ്സിൽ ഒരു സ്വാതന്ത്ര്യമാണോ നമ്മൾ അനുഭവപ്പെടുന്നത്, അതോ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പരിമിതി ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? എന്നാൽ അതിന് പകരം ട്രാഫിക് നിയമങ്ങളൊക്കെ
അത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് ഹെൽമറ്റ് ധരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്താണ് എന്ന് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവകൽപ്പനകൾ, കർത്താവിൻ്റെ വചനം നമ്മൾ പാലിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുക. പൂർവ്വപിതാക്കന്മാരായ ആദത്തിൻ്റെയും ഹവ്വയുടെയും കഥ നമുക്കറിയാം. അവർ ദൈവകൽപ്പനകൾ പാലിച്ച് കർത്താവിൻ്റെ വചനം ശ്രവിച്ച് ജീവിച്ച അവസരങ്ങളിലൊക്കെ അവർക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ദൈവസന്നിധിയിൽ. എന്നാൽ ദൈവത്തിൻ്റെ വചനം ധിക്കരിച്ച മാത്രയിൽ അവർക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ഇല്ലാതായി മാറുകയാണ് ചെയ്തത്. അതിന് മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവഭയമുണ്ടാകുവാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് കൽപ്പനകൾ പാലിക്കുക, പ്രത്യേകിച്ചും 10 കൽപ്പനകൾ പാലിക്കുക. ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളക്കരയിലൊക്കെ ഇപ്പോൾ ദൈവകൽപ്പനകളുടെ പരസ്യമായ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിശാചിനെ പോലും ദൈവമാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന മക്കൾ നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ നാട്ടിൽ, നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട്. ആ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അവരൊക്കെ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടും ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാനായിട്ടും അതുവഴി ദൈവഭയമുള്ള മക്കളായി ജീവിക്കുവാനായിട്ടും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ വചനം പാലിക്കുവാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവകൽപ്പനകൾ പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളെ എപ്പോഴും ഒരുക്കി വയ്ക്കുവാനും വചനം ശ്രവിക്കുവാനും ദൈവഭയം എന്ന കൃപയിൽ വളരുവാനുമായിട്ട് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങ് ശക്തി പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.